നമസ്കാരം. ഇപ്പോൾ കണ്ടൊരു വാർത്ത. ഈ 2026 നമ്മൾ ജീവിച്ചിരിക്കുന്നതെന്ന് സത്യം പറഞ്ഞാൽ ചിന്തിച്ചു പോകുന്ന ഒരു കാലമാണ്. വിശ്വാസം വേണം. വിശ്വാസം വേണ്ടാന്ന് ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല. പക്ഷേ അന്ധവിശ്വാസം, അത് മനുഷ്യൻ്റെ ജീവൻ എടുക്കുന്നതും പലതരത്തിലുള്ള ചൂഷണങ്ങൾ നടക്കുന്നതും നമ്മൾ ദിവസവും കണ്ടുകൊണ്ടിരിക്കുന്ന ഈ കാലത്ത് കൊല്ലം പുത്തൂരിൽ മുരാരി എന്ന് പറയുന്നൊരു തന്ത്രി, സ്വയം അവരോധിക്കപ്പെട്ട ഒരു തന്ത്രി ഈ പറഞ്ഞ പോലെ ഓട്ടോ ഡ്രൈവറാണെന്നൊക്കെ പറയുന്നു. ഒരു 16 വയസ്സുള്ള പെൺകുട്ടിയെയും കൊണ്ട് അതിൻ്റെ അമ്മ അയാളിട്ട് മന്ത്രവാദം, അതായത് ആ കൊച്ചിൻ്റെ ബാധ ഒഴിപ്പിക്കാൻ വേണ്ടി ചെല്ലുകയാണ്. ഓർക്കണം, നാട്ടുകാരറിയാതിരിക്കാനോ വല്ലതും വേണ്ട, കൊച്ചിന് വല്ല ഈ പറഞ്ഞ പരീക്ഷയുടെ സമയമൊക്കെ അല്ലേ, എന്തെങ്കിലും വിപ്രതിയൊക്കെ ചിലപ്പോൾ രാത്രിയിലൊക്കെ കിടന്നിങ്ങനെ ഈ പരീക്ഷയുടെ പഠിച്ചു കഴിയുമ്പോൾ നമ്മളിങ്ങനെ രാത്രി വിളിച്ചു പറയുന്ന സ്വഭാവമൊക്കെ ചിലപ്പോൾ എനിക്കൊക്കെ ഉണ്ടായതുകൊണ്ട് ഈ ഒരേ വിഷയം തന്നെ ഇങ്ങനെ ഈ മാറ്റി മാറ്റി വെച്ച് പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ രാത്രിയിലൊക്കെ അതൊക്കെ എഴുന്നേറ്റ് പറയുന്നത് അങ്ങനെ വല്ലതും ആയിരിക്കും. ഒരുപക്ഷെ അതിൻ്റെ ടെൻഷനോ വല്ലതും ആയിരിക്കും. എന്താ നമുക്ക് കൃത്യമായിട്ട് അറിയില്ല, കുട്ടിക്ക് പറ്റിയത് എന്താ സംഭവം നമുക്കറിയില്ല. പക്ഷേ എന്നാലും അതിനെ ഹോസ്പിറ്റലിലോ അല്ലെങ്കിൽ ഒരു കൗൺസിലറുടെ അടുത്തോ കൊണ്ടുപോകാതെ അവർ കൊണ്ടുപോകുന്ന ഒരു തന്ത്രിയുടെ അടുത്താണ്. ഇത് വ്യാജമാണോ, അല്ലെങ്കിൽ ഇയാൾക്ക് വല്ലതും അറിയാവുന്നതാണോ, ഇയാളുടെ പാസ്റ്റ് എന്താണ്, ഇയാൾ എന്താണ് ചെയ്യുന്നത് ഒന്നും അറിയാതെ അയാളുടെ അടുത്തോട്ട് കൊണ്ടുപോവാണ്. അത് മോളുടെ അസുഖം മാറണമെങ്കിൽ തന്നെ മുറിയിലോട്ട് കയറ്റി അതിനെ പീഡിപ്പിക്കാൻ തുടങ്ങിയപ്പോൾ കൊച്ചു അലറിക്കൊണ്ട് ഇറങ്ങി ഓടി. ഒന്ന് ആലോചിച്ച് നോക്കി. സത്യം പറഞ്ഞാൽ ഞാനൊരാളെ ആ പെണ്ണുപിള്ളേക്കിട്ട് ആ തള്ളക്കിട്ട് വേണം കാവളമടൽ വലിച്ച് ആണ്ട് പൊട്ടിയിൽ കൊടുക്കാൻ. സത്യമല്ലേ? ഇക്കാലത്ത് ഇത്രയും ഈ ടെക്നോളജി ചന്ദ്രനിൽ വരെ ആൾക്കാർ പോയി ജീവിക്കാൻ തുടങ്ങിയ ഈ കാലത്ത് നിങ്ങളൊന്ന് ഓർത്ത് നോക്കണം. മന്ത്രവാദിയെ കൊണ്ട് കൊച്ചിൻ്റെ ബാധ ഒഴിപ്പിക്കാൻ, അതോ ഇനിയും സർവമായ സിനിമ കണ്ടിട്ട് വല്ലതും ശരിയാണെന്ന് വിചാരിച്ച് വല്ലതും പോയതാണോ? എന്തായാലും കൊള്ളാം. ഇതിനെയൊക്കെ എന്താ ചെയ്യേണ്ടതെന്നറിയത്തില്ല. എന്തൊക്കെയാണ് ഇവരൊക്കെ ഈ കാണിച്ചു കൂട്ടുന്നത്? 16 വയസ്സുള്ളൊരു പെങ്കൊച്ചാണ്. അവളിറങ്ങി ഓടിയത് കൊണ്ട് രക്ഷപ്പെട്ടു. അല്ലാതെ വേറെ ചിലപ്പം പിള്ളേർ ഇത് ഈ പറഞ്ഞ പോലെ ഇതിൻ്റെ ഭാഗമാണെന്ന് വല്ലതും വിചാരിച്ച് ഇരുന്ന് കൊടുത്തിരുന്നെങ്കിലത്തെ കാര്യം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. എന്തൊക്കെയാണ് എന്ത് മനുഷ്യ ഇവരൊന്നും എന്താ ഈ പറഞ്ഞ പോലെ ഈ ന്യൂസും അല്ലെങ്കിൽ ഈ നടക്കുന്ന കാര്യങ്ങളും ഒന്നും അറിയുന്നില്ല. നമ്മൾ ഒരു ഫോൺ എടുത്ത് ആദ്യം തുറന്നാൽ ഇങ്ങനത്തെ വാർത്തകളൊക്കെയാണ് ആദ്യം വരുന്നത്. ഇതൊന്നും അറിയാതെയാണോ ഇവരൊക്കെ ജീവിക്കുന്നതെന്ന് ആലോചിച്ച് പോകും. എനിക്ക് മനസ്സിലാവുന്നേയില്ല ഇവരൊക്കെ എന്തിൻ്റെ പേരിലാണ്. ഒരു അമ്പലത്തിൽ പോയി തൊഴുതിച്ചിട്ട് പ്രസാദം മേടിക്കുന്ന പോലെ ഒന്നും അല്ല ഇതൊന്നും. ഈ എലന്തൂരൊക്കെ നടന്ന കാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞതും കേട്ടതും ഒക്കെയാണ്. എന്നിട്ട് വീണ്ടും ഇതിലോട്ടൊക്കെ ചെന്ന് ചാടുന്ന എന്തിൻ്റെ അർത്ഥത്തിലാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. സത്യം, എന്തൊരു കാലമാണ്. 16 വയസ്സുള്ളൊരു കൊച്ചിനെയും കൊണ്ട് തള്ള പോയിരിക്കുകയാണ് ബാധ ഒഴിപ്പിക്കാൻ. അത് അച്ഛനും ഒക്കെ അറിയാതെ, ബന്ധുക്കളൊക്കെ അറിയാതായിരിക്കും ഒരു പക്ഷേ പോയത്. ഇപ്പം നാട്ടുകാർ മുഴുവൻ അറിഞ്ഞല്ലോ അല്ലേ? കൊച്ചിന് ഇനി വട്ടാണെന്ന് വേണമെങ്കിൽ പറഞ്ഞെന്ന് പറഞ്ഞ് ഇനി നാട്ടുകാർക്ക് വരെ കേസും കൊടുക്കാം. സത്യം, ഇതിനെയൊക്കെ എന്ത് ചെയ്യണമെന്ന് നമുക്ക് ഒരു പിടിയുമില്ല. എങ്ങനെ ഈ നാട് നന്നാവും ഇങ്ങനെ പോയാൽ?